PV അൻവറിൻ്റെ കഥ കഴിഞ്ഞു കഴിഞ്ഞു എന്നുവെച്ചാൽ ഈ അടികൊണ്ട ചേരയെ പോലെ ഇനി എഴയും PV അൻവർ. കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങൾ വരാം. രാഷ്ട്രീയ ഭാവി കഴിഞ്ഞു, അല്ലെങ്കിൽ മരിച്ചുപോയി, ഇങ്ങനെ പലവിധ അർത്ഥങ്ങളാണ് ഈ കഥ കഴിയുന്നത്. ഇവിടെ ഞാൻ കൊടുക്കുന്ന അർത്ഥം ഈ നട്ടിലിന് അടിയേറ്റ ചേരയുണ്ടല്ലോ നമ്മുടെ നാട്ടിൻപുറത്തെ, അതിൻ്റെ ഒരു എഴിച്ചിലുണ്ട്. ഇങ്ങനെ അത് മുന്നോട്ടും പോകാൻ പറ്റില്ല, എന്നാൽ പടയുകയും ചെയ്യും, അസാമാന്യ വേദന, എന്നാലൊട്ട് മരിക്കുകയുമില്ല ഈ അവസ്ഥ. അതിൽ നിന്നൊരു തിരിച്ചുവരവുമില്ല. അതിങ്ങനെ ജീവിതകാലം മുഴുവൻ ഈ അടികൊണ്ട് നട്ടിലൊടിഞ്ഞ് ഇങ്ങനെ എഴുതുകയുള്ളൂ. PV അൻവറിന് തിരിച്ച് UDF പോകാനും പറ്റില്ല. ഇത്രയെല്ലാം ബഹളം കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി അത് പറഞ്ഞു. ഈ ഫോൺ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ ആ മനുഷ്യനെ ഭൂമുഖത്ത് ആരും വിശ്വസിക്കില്ല. ദാറ്റ് വാസ് എ കൊളോസൽ മിസ്റ്റേക്ക് ഡൺ ബൈ അൻവർ. ഇനി ഫോൺ റെക്കോർഡ് ചെയ്തെങ്കിൽ തന്നെ അത് കോൺഫിഡൻഷ്യലാക്കി വയ്ക്കണമായിരുന്നു. ഒരു അന്വേഷണ ഏജൻസിയുടെ മുമ്പിലോ മുഖ്യമന്ത്രിയുടെ മുമ്പിലോ അല്ലെങ്കിൽ പാർട്ടി എന്നുള്ള രീതിക്ക് പാർട്ടി സെക്രട്ടറിയോ ഒക്കെ കേൾപ്പിക്കാം. അതല്ലാതെ പരസ്യമായിട്ട് അത് കേൾപ്പിച്ചത്, ശരി, ഞാൻ വലിയ ക്രൈം പുറത്തു കൊണ്ടുവന്നു അത് ഇതെന്നൊക്കെ അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി അതോടെ പോയി. അതുകൊണ്ടാണ് പിണറായി വിജയൻ ചോദിച്ചത്, ഒരു പൊതുപ്രവർത്തകൻ ചെയ്യാവുന്ന പണിയാണോ ഇത് എന്ന് ചോദിച്ചത്. അന്ന് മാത്രമല്ല, ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞുള്ള പരിപാടി, അതായത് എയർപോർട്ടിൽ കസ്റ്റംസുകാർ സ്വർണം പിടിക്കുന്നു, ഡ്യൂട്ടിയും ഫൈനും അടയ്ക്കുന്നു. ഡ്യൂട്ടിയും ഫൈനും അടച്ചു കഴിഞ്ഞാൽ ആ സ്വർണ്ണം അയാളുടെയാണ്, പക്ഷേ കള്ളക്കടത്ത് നടത്തിയതാണ്. ഈ ന്യായം വെച്ചിട്ട് പോലീസുകാരും അല്ലാത്തവരും വഴിയിലിട്ട് ഇവനെ പിടിക്കുന്നു. കള്ളക്കടത്ത് സ്വർണ്ണമാണ്. കള്ളക്കടത്താണെങ്കിൽ ഡ്യൂട്ടി അടച്ച സ്ഥിതിക്ക് അത് നേരെ സ്വർണ്ണമായി. ബട്ട് ഇത് പറഞ്ഞ് ഇവനെ പേടിപ്പിച്ചിട്ട് ഈ സ്വർണം തട്ടിയെടുക്കുക. ചിലപ്പോൾ പേടിപ്പിക്കാൻ പോലും നിൽക്കില്ല, തട്ടിപ്പറിച്ച് കൊണ്ടുപോകുക. ഇതാണല്ലോ സ്വർണം പൊട്ടി വാഹന പരിശോധന. ഈ സ്വർണം പൊട്ടിക്കലിൽ ഇവരും കൂടെയുണ്ട്, പോലീസും കൂടെയുണ്ട്. പോലീസിന് എന്താ എയർപോർട്ടിന് പുറത്ത് സ്വർണം പിടിക്കാനുള്ള അവകാശം? ഇതൊക്കെ അൻവർ ഉന്നയിച്ച പോയിൻറ്റ്സാണ്. അതിനെയാണ് മുഖ്യമന്ത്രി കണക്ക് വെച്ച് നേരിടുന്നത്. ഈ തുണിയിൽ സ്വർണം കടത്തുന്നത് എങ്ങനെ, ക്യാപ്സൂൾ രൂപത്തിൽ ശരീരത്തിൽ സ്വർണം കടത്തുന്നത് എങ്ങനെ, അത് ക്യാപ്സൂൾ തൂക്കുമ്പോൾ വരുന്ന ഗ്രാമിത്ര, അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് തൂക്കുമ്പോൾ വരുന്ന ഗ്രാമിത്ര. അപ്പോൾ ഇത്രയും വ്യത്യാസം വന്ന ഗ്രാം പോലീസുകാർ മോഷ്ടിച്ചു എന്നാണല്ലോ അതിൻ്റെ വ്യംഗ്യം. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. 1200 ഗ്രാം പിടിച്ചു, കോടതിയിൽ ചെന്നപ്പോൾ 950 ഗ്രാമേ ഉള്ളൂ, ബാക്കി 250 ഗ്രാം പോലീസ് മോഷ്ടിച്ചു എന്നാണല്ലോ വ്യംഗ്യം. അത് മോഷ്ടിച്ചതല്ല. അതിൻ്റെ റിപ്പോർട്ട് പോലീസ് അദ്ദേഹത്തിന് കൊടുത്ത റിപ്പോർട്ട് വായിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ഈ 1200 950 ആകുന്നത്? ഇത് വസ്ത്രത്തിൽ പെരട്ടിയാണ് കൊണ്ടുവരുന്നത്. അത് സ്വർണം വേർതിരിച്ചെടുക്കണമെങ്കിൽ വസ്ത്രം കത്തിക്കണം, ഇത് സ്വർണ്ണം അടക്കം. അപ്പോൾ വസ്ത്രം കത്തും, സ്വർണം കത്തില്ല. ആ സ്വർണം എടുത്തു കഴിയുമ്പോൾ ഈ പറഞ്ഞ കാക്കിലൂടെ വ്യത്യാസം വരും. പിണറായി പാൻ്റ് എന്ന് തന്നെ പറയുന്നുണ്ട്. പാൻ്റ് കത്തിക്കും. അപ്പോൾ ചുരുക്കം എന്ന് മാത്രമല്ല, അദ്ദേഹം അൻവറിന് ഒരു വാണിംഗും കൊടുക്കുന്നു. പോലീസിന് എന്താ സ്വർണ്ണക്കടത്തിൽ കാര്യം എന്ന് ആർക്കും പറയാനാവില്ല. പോലീസ് ഇത് പിടിക്കും, ഒരു സംശയവും വേണ്ട. നീതി നിർവഹണം നടത്തുന്നതിൽ നിന്ന് പോലീസിനെ തടയാൻ ആർക്കും സാധ്യമല്ല. ഇത് മാത്രമല്ല, ഈ സ്വർണത്തിൻ്റെ കണക്ക്, കാശിൻ്റെ കണക്ക്, ഇതൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ആ പറയുന്നതിൽ ഭൂരിഭാഗം സ്വർണവും കാശും മലപ്പുറം ജില്ലയിലാണ് പിടിക്കപ്പെട്ടത് എന്നുകൂടെ പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ആരും ചോദിക്കുന്നില്ല ജില്ല തിരിച്ചുള്ള കണക്ക്. എല്ലാ ജില്ലകളുടെയും കണക്ക് അദ്ദേഹം പറയുന്നില്ല, മലപ്പുറത്തിൻ്റെ മാത്രം പറയുന്നു. ദാറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ. മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ അത് എവിടെയൊക്കെ ചെന്ന് കൊള്ളുന്നുണ്ട്. അൻവർ അടക്കം പലരെയും അത് ചെന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ആമ്പ് എടുക്കുമ്പോൾ ഒന്നാണെങ്കിലും തൊടുക്കുമ്പോൾ അത് 100ഉം കൊള്ളുമ്പോൾ 1000ഉമായിട്ട് മാറിയ ആമ്പ്. അൻവർ മാത്രമല്ല, ബാക്കി പൊട്ടൻഷ്യൽ അൻവർമാർക്കുള്ള ഒരു താക്കീത് കൂടെയാണ് പിണറായിയുടെ ഇന്നത്തെ പത്രസമ്മേളനം. ഇത്ര റിലാക്സ്ഡ് ആയിട്ട് അദ്ദേഹം ചോദ്യങ്ങളെ ഫേസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത്ര റിലാക്സ്ഡ് പെർഫോമൻസ് ആയിരുന്നു. മാത്രമല്ല, പത്രക്കാർ മുഴുവൻ ഡിഫെൻസീവിലായി. ഇപ്പം ഈ ബഹളം വയ്ക്കാൻ ഞാനെങ്ങും പോയിട്ടില്ല, ഞാനിവിടെ ഇരിക്കില്ലേ, അവസാനിപ്പിച്ചില്ലല്ലോ.
ഇതായിരുന്നു അത്. പത്രക്കാർക്ക് എന്താ ചോദിക്കാനുള്ളത്? അത് പി ശശി എത്ര ഭംഗിയെ പുള്ളി പറഞ്ഞു. പി ശശിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നടപടി എടുക്കാനൊന്നും പറ്റില്ല. അൻവർ കൊടുക്കുന്ന ആരോപണം അന്വേഷിക്കാനല്ല പി ശശി അവിടെ ഇരിക്കുന്നത്. വാസ്തവം അതാണ്. ഈ പി ശശി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രി ചൂസ് ചെയ്യുന്നതാണ്. വാസ്തവത്തിൽ മുഖ്യമന്ത്രി ചൂസ് ചെയ്യാറില്ല, പാർട്ടിയൊക്കെ ആയിട്ട് ആലോചിച്ചിട്ടാണല്ലോ പേഴ്സണൽ സ്റ്റാഫിനെ തീരുമാനിക്കുന്നത്. ആ പേഴ്സണൽ സ്റ്റാഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അതല്ലാതെ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റോ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം ഒരു ഓഫീസറുമല്ല, IAS ഓഫീസറല്ല, ഡെപ്യൂട്ടി സെക്രട്ടറി അല്ല, അണ്ടർ സെക്രട്ടറി അല്ല, ഒന്നുമല്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ്. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ, പേഴ്സണൽ സ്റ്റാഫിനെ നിയോഗിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരാളാണ് പി ശശി. അയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നു. അയാൾക്ക് ഈ കേസും അന്വേഷണവും ഒക്കെ നോക്കേണ്ട കാര്യമില്ല. അൻവർ പരാതി തന്നു, എനിക്കെന്തിനാണ് ഇത് തന്നിരിക്കുന്നത്? കൊടുക്കുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുക, DGPക്ക് കൊടുക്കുക. ഇവരൊക്കെയാണ് പരാതി വാങ്ങുന്ന ആൾക്കാർ. പി ശശി എങ്ങനെ പരാതി വാങ്ങുന്ന ആളാവുന്നത്? പി ശശി പൊളിറ്റിക്കൽ അഡ്വൈസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്തെങ്കിലും പൊളിറ്റിക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് പൊളിറ്റിക്സിൽ ഇങ്ങനെ ഇത് വരും കേട്ടോ എന്ന് മുഖ്യമന്ത്രിയോട് പറയുക. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആലോചിക്കുക, ഇങ്ങനെ ചെയ്താലോ, കുഴപ്പമില്ല, തിരക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നേ, മറ്റേ പുള്ളി അവനെ ഞാൻ വിളിച്ച് കേട്ടിക്കോളാം. ഇതാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. ഇതിൽ കവിഞ്ഞിട്ടുള്ള എന്ത് ജുഡീഷ്യൽ അധികാരമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുള്ളത്? പി ശശി ചെയ്തില്ലെങ്കിൽ മുഖ്യമന്ത്രി നോക്കിക്കോളൂ. അൻവറാണോ പി ശശിയുടെ ബോസ്? പി ശശിയുടെ ഡ്യൂട്ടി പബ്ലിക്കിന് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പറ്റില്ല. പി ശശി ഒരു പബ്ലിക് സർവൻ്റ് അല്ല. നിങ്ങൾക്ക് ഒരു സ്ക്രൂട്ടിനി പവറും പി ശശിയുടെ പുറത്തില്ല. ഞാൻ പി ശശി ദിവ്യനാണെന്നൊന്നും പറയുകയല്ല. ലീഗലി യു കനോട്ട് സ്ക്രൂട്ടനൈസ് പി ശശി. അത് മുഖ്യമന്ത്രിക്ക് ചെയ്യാം. അദ്ദേഹം വെച്ച പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ ആൾക്കാരെ മാറ്റുക, വേറൊരുത്തിനെ വയ്ക്കുക, എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചെയ്യാം. അല്ലാതെ നാട്ടുകാർക്ക് അതിൽ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല നിയമപരമായിട്ട്. ബാക്കി അഭിപ്രായം ആർക്കും പറയാം, പി ശശി ഉഴപ്പനാണ്, അങ്ങേരാണ് മുഖ്യമന്ത്രിയെ വഴിതെറ്റിക്കുന്നത്, അത് ഇത്. മുഖ്യമന്ത്രി ഇന്ന് അൺഈക്വൽ ടേംസിൽ വ്യക്തമാക്കി പി ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അൻവർ കൊടുക്കുന്ന പരാതി പരിശോധിക്കലല്ല പി ശശിയുടെ ജോലി. അൻവർ കാണുന്ന പോസ്റ്റ് ഓഫീസിലെല്ലാം പരാതി കൊടുക്കുന്നുണ്ടാകും. ഉള്ള പത്രക്കാരെ മുഴുവൻ വിളിച്ചിട്ട് നോക്കണേ, 3 തവണ അദ്ദേഹം ഫോൺ ഓഫ് ചെയ്തു. അതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നപ്പോൾ ആ ഫോൺ കട്ട് ചെയ്തിട്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം മുഖ്യമന്ത്രി പറയുകയാണ്, എൻ്റെ നിർദ്ദേശം ഓഫീസ് വഴി വിളിച്ചു, മറ്റാളെ വഴി ഞാൻ വിളിപ്പിച്ചു, പത്രസമ്മേളനം നടത്തരുതെന്ന് പറഞ്ഞു. 3 തവണ പറഞ്ഞിട്ടും അയാൾ പത്രസമ്മേളനം നടത്തി. ഇന്ന് രാവിലെ നടത്തി. അപ്പോൾ പിണറായി വിജയനെ ധിക്കരിക്കുന്ന തരത്തിലേക്ക് അൻവർ മാറി. മുഖ്യമന്ത്രിയെ ധിക്കരിക്കുന്ന തരത്തിലേക്ക്. ഇത് ആദ്യം തന്നെ അദ്ദേഹം കൊടുത്ത മെസ്സേജുകൾ അതെല്ലാം സാമാന്യബുദ്ധികളെ എല്ലാവരും വിചാരിക്കുന്ന ഇയാളിത് മുഖ്യമന്ത്രിക്ക് വേണ്ടേ കൊടുക്കാൻ. കൊടുത്തിട്ട് മുഖ്യമന്ത്രി ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ അയാൾ പത്രസമ്മേളനം നടത്തുന്നതിന് ഒരു ന്യായമെങ്കിലും ഉണ്ട്. ഇതില്ല, ദീർഘമായ പത്രസമ്മേളനം. പക്ഷേ TG അവനോട് ഒരു സംശയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്നു, ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ഓഫീസ് വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു. 3 തവണ ദൂതൻ വഴി CMO വഴി ഞാൻ ബന്ധപ്പെട്ടിട്ടും അയാൾ കേട്ടില്ല, ഇന്നും നടത്തി. അപ്പോൾ അൻവർ എന്തോ തീരുമാനിച്ചുറച്ചിട്ടാണല്ലോ. എന്ത് തീരുമാനിച്ചുറച്ചിട്ടാണെങ്കിലും മുഖ്യമന്ത്രി ഒരു കാര്യം കൂടെ പറഞ്ഞു, അൻവറെപ്പറ്റി അന്വേഷിക്കണം എന്ന് ഗവർണറുടെ ഒരു കത്ത് വന്നിട്ടുണ്ട്. മനസ്സിലായി? അത് പെട്ടെന്ന് ആരും ശ്രദ്ധിച്ചില്ല. പുള്ളി ഒരു തമാശ മട്ടിലാണെന്ന്. അൻവറെപ്പറ്റി അന്വേഷിക്കണമെന്നും ഗവർണർ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. അതും ഈ അന്വേഷണ സംഘത്തിന് അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അൻവറെപ്പറ്റിയും അന്വേഷണം വരുമെന്ന് സാരം. അതുകൊണ്ട് അൻവർ ഞാൻ ഏറ്റവും പുണ്യാളനാണ്, പാലിൽ കുളിച്ച സത്യസന്ധനാണ്, രാജാ ഹരിശ്ചന്ദ്രനാണ് എന്നൊക്കെയുള്ള ഭാവമുണ്ടല്ലോ, അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അതിൻ്റെ ആ അഹന്തയുടെ നട്ടെല്ലിനാണ് പിണറായി വിജയൻ. അൻവർ വന്ന വഴിയും പിണറായി പറഞ്ഞു, അൻവർ വന്ന വഴിയും പറഞ്ഞു, കോൺഗ്രസിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാൻ ഇങ്ങേർക്ക് സാധ്യമല്ല എന്ന്. ഇങ്ങേരുടെ ഗതികേട് സംഭവിച്ചത് എന്താ? ഈ പറഞ്ഞ ആക്ടിവിറ്റീസിലൊക്കെ എവിടെയോ ഒക്കെ അൻവറും ചെന്ന് പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഈ കള്ളക്കടത്തിൽ പോലീസിന് എന്ത് കാര്യം എന്നുള്ള ചോദ്യം കൂടെ അൻവർ ഉന്നയിക്കുന്നത്. കള്ളക്കടത്ത് പിടിക്കേണ്ടത് കസ്റ്റംസാണ്. അത് കഴിഞ്ഞ് പിന്നെ പോലീസ് പിടിക്കുക, അതിൽ നിന്ന് കുറച്ച് പോലീസ് അടിച്ചു മാറ്റുക, ഇങ്ങനെ പോലീസ് ഇതിൽ വേണ്ടാത്ത ഇടപെടൽ നടത്തുന്നു. ഇതാണ് അൻവറിൻ്റെ ഒരു പരാതി.
അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പോലീസ് ഇടപെടും. നിയമവാഴ്ചയുള്ള സ്ഥലമാണിത്. കള്ളക്കടത്തിൽ പോലീസ് ഇടപെടും. പോലീസിന് എന്താ ഈ വീട്ടിക്കാര്യം എന്ന് ചോദിക്കാൻ തന്നെയാണ് അടിസ്ഥാന പ്രശ്നം. പോലീസ് കള്ളക്കടത്ത്, ഹവാല കാര്യമായി മലപ്പുറത്ത് തടയുന്നു. അതാണ് അൻവറിൻ്റെ പ്രശ്നം. മലപ്പുറം ജില്ലയിൽ മാത്രം 174 കോടി ഹവാല പണം പിടിച്ചതിൽ 85%, ഇത് 124 എന്തോ ഒരു കണക്ക് പറഞ്ഞു, അത്രയും മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടിച്ചത് എന്ന് പിണറായി വിജയൻ പറയാൻ കാര്യം എന്താ? ആലപ്പുഴ ജില്ലയിൽ എത്ര പിടിച്ചെന്ന് പറഞ്ഞില്ലല്ലോ, എറണാകുളം പറഞ്ഞില്ലല്ലോ, തൃശ്ശൂരൊക്കെ. ഇത് പറയാനൊരു ചോദ്യം വന്നുമില്ല, അങ്ങനെ ആരും ചോദിച്ചില്ല. മലപ്പുറം ജില്ല എടുത്ത് പറയുന്നു. പിടിച്ച സ്വർണത്തിൽ മാക്സിമം മലപ്പുറത്ത് നിന്നാണ് എന്ന് പറയുന്നു. അല്ല, ഇതിനിടയ്ക്ക് ദാറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ. അതെ അതെ. അല്ല, അജിത് കുമാറിനെയും തൊടില്ല. അതും പറഞ്ഞു. എന്തിന് അത് അന്വേഷിക്കുന്നുണ്ടല്ലോ. അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ യുക്തമായ നടപടിയെടുക്കും. അല്ലാതെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല. അപ്പോൾ പിന്നെ SP മാറ്റിയതോ? അതിനും അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്. SP മാറ്റിയത് SP വഴിവിട്ട് സംസാരിച്ച വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതുകൊണ്ടാണ്. ആ വോയിസ് ക്ലിപ്പ് മൊത്തം സർക്കാരിനെയും പോലീസ് സേനയും പ്രതിരോധത്തിലാക്കുന്ന ഒരു വോയിസ് ക്ലിപ്പായിപ്പോയി. അതിൻ്റെ സത്യാവസ്ഥ എന്തുമായിക്കോട്ടെ, ഒരു SP അങ്ങനെ സംസാരിച്ചുകൂടായിരുന്നു. അപ്പോൾ ഒരു ക്ലിയർ എവിഡൻസ് പുറത്തു വന്നു. എന്നിട്ടും നടപടി എന്ന് പറയുന്ന സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. അതൊരിക്കലും ഒരു പണിഷ്മെൻ്റ് അല്ല. നിങ്ങളൊന്ന് മാറി നീക്ക്, ഇതൊന്ന് അന്വേഷിക്കട്ടെ. ബട്ട് ADGP അജിത് കുമാറിൻ്റെ പേരിൽ ഇങ്ങനൊരു വോയിസ് ക്ലിപ്പോ സംഗതിയോ ഒന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, കുറേ അപഖ്യാതി പറഞ്ഞ് പരത്തിയിട്ട് എന്നെയും മറ്റു ചിലരെയും തെറ്റിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എന്നെയും MR അജിത് കുമാറിനെയും തെറ്റിക്കാൻ നോക്കണ്ട, എന്നെയും P ശശിയെയും തെറ്റിക്കാൻ നോക്കണ്ട. അത് നടക്കില്ല. ക്ലിയറാണ്. ആദ്യം പറഞ്ഞ പോലെ അൻവർ തീർന്നു. പിണറായി ഒന്നുകൂടെ പറഞ്ഞു, എന്നെ വന്നിട്ട് കഷ്ടിച്ച് 5 മിനിറ്റേ കണ്ടുള്ളൂ, അരമണിക്കൂർ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞതാണ്. 5 മിനിറ്റിനുള്ളിൽ ഞാൻ കക്ഷിയെ പറഞ്ഞു പൈക്ക് ചെയ്തു. TG പറഞ്ഞ പോലെ, എന്താ അൻവറെ വല്ലതുണ്ട് വെച്ചിട്ട് വെക്കോ, ഓക്കെ. അന്ന് മുമ്പൊരു സംസാരത്തിൽ ഞാൻ തന്നോട് പറഞ്ഞതല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് താന്ന്. അപ്പോൾ താൻ പത്രക്കാരുടെ മുമ്പിൽ വലിയ ആളുകൾ ചോദിച്ചു, ശരി ഇവിടെ ഇരിക്കട്ടെ നോക്കണം. അല്ല CM എനിക്ക് മതി എല്ലാം ഇതിലുണ്ടല്ലോ, അത് മതി പൊക്കോ. ഇതാണ് സംഭവം. ഇതിങ്ങനെ ചെയ്യും. പിണറായിയുടെ ശൈലി നമുക്ക് ഇപ്പോഴൊന്നും അല്ലല്ലോ, എത്ര വർഷമായി നമുക്കറിയാം. ഞാൻ ഈ പിണറായിയെ വെള്ളപൂശുകയോ അല്ലെങ്കിൽ MR അജിത് കുമാറിനെ വെള്ളപൂശുകയോ അല്ല ചെയ്യുന്നത്. ഇപ്പം നടക്കുന്നത് ഒരു ഗെയിമാണ്, സം ഗെയിം. അതിൻ്റെ ആരാണ് കളിപ്പിക്കുന്നത്, ആരൊക്കെയാണ് പാവകളെന്ന് നമുക്ക് നിശ്ചയമില്ല, ഗെയിമാണ്. ആ ഗെയിം നടക്കുമ്പോൾ അതിനകത്ത് പിണറായി വിജയൻ ഹാസ് വൺ ഹാൻഡ്സ് ഡൗൺ. ഈ ഒറ്റ പത്രസമ്മേളനം കൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം CPIയുടെ കാര്യമൊക്കെ അവർ പറഞ്ഞല്ലോ. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞു, പാർട്ടികൾ തമ്മിലുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ എനിക്ക് വിട്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പ്രകാശ് ബാബു ലേഖനം എഴുതി അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, അതൊക്കെ വിട്. അത്രയൊക്കെ ഉള്ളൂ. കാരണം ഈ പ്രകാശ് ബാബു എന്നൊക്കെ പറഞ്ഞ് ഈ CPI മസിൽ പിടിക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്താ അവർക്ക് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ MR അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, ഞാനായിട്ട് MR അജിത് കുമാറിനെ എങ്ങും പറഞ്ഞു വിട്ടിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ആവശ്യത്തിനായിട്ടോ സർക്കാരിൻ്റെ ആവശ്യത്തിനായിട്ടോ ദത്താത്രേയ ഹോസ്പിറ്റലെ കാണാനോ റാംമാധവനെ കാണാനോ ഞാൻ വിട്ടിട്ടില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. വിട്ടതാരാണ് എന്ന് പറഞ്ഞിട്ട് ജയറാം പടിക്കലിൻ്റെ ജീവചരിത്രം എടുക്കുന്നു. വാസ്തവത്തിലുണ്ടല്ലോ, ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാവരും ജയറാം പടിക്കലിൻ്റെ ഈ ജീവചരിത്രം അന്വേഷിക്കും. അത് കൃത്യമായിട്ട് മൈത്രി ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും വാസ്തവത്തിൽ ഞാനത് വായിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അപ്പം തന്നെ ഞാൻ സ്ട്രൈക്ക് ചെയ്തു, ഇതൊരെണ്ണം സംഘടിപ്പിക്കണം. ജയറാം പടിക്കലിൻ്റെ ജീവചരിത്രം, ആത്മകഥയല്ല ജീവചരിത്രം. അപ്പോൾ അതിനകത്തുനിന്ന് ഇവർ പണ്ട് നടത്തിയ ജയറാം പടിക്കൽ വഴി കോൺഗ്രസ് നടത്തിയ ഓപ്പറേഷൻസ് മറിഞ്ഞു. കോൺഗ്രസ് പ്രതിരോധത്തിലായി. കോലീബി സഖ്യം ഇല്ലായിരുന്നു എന്ന് കോൺഗ്രസ്സിന് പറയാൻ പറ്റുമോ? അതുണ്ടായിരുന്നു എന്ന് BJP സമ്മതിച്ചതാണ് ഓൾറെഡി. ലീഗൊന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ കോലീബി സഖ്യം 91 ഉണ്ടായിരുന്നു. അത് മാരാർജിയുടെ ജീവചരിത്രത്തിൽ കുഞ്ഞിക്കണ്ണൻ എഴുതിയിട്ടുണ്ട്, പാഴായിപ്പോയ പരീക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിന് ഇടനില നിന്നത് ജയറാം പടിക്കലായിരുന്നു എന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. ഞാൻ ഈ പുസ്തകം കണ്ടിട്ടില്ല ജയറാം പടിക്കലിൻ്റെ, അതുകൊണ്ടാണ്. അപ്പോൾ മുഖ്യമന്ത്രി അത് തപ്പിയെടുത്തിട്ട് കൃത്യം അതിന് പറ്റിയ ഒരു മറുപടി കൊടുക്കുന്നു. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇതിന് ഉപയോഗിക്കാറില്ല,
നിങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഓർമ്മ വെച്ച് നിങ്ങൾ എന്നെ കുറ്റം പറയരുത്, ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വി ഡി സതീശനുള്ള മറുപടി. വി ഡി സതീശൻ ഡിഫെൻസീവിലാകുന്നു, അൻവർ ഡിഫെൻസീവിലാകുന്നു. അൻവറിൻ്റെ ടൈപ്പിലുള്ള നമ്മുടെ കെ ടി ജലീൽ, കാരാട്ട് റസാഖ് ആരൊക്കെയുണ്ടോ അവരെല്ലാം ഡിഫെൻസീവിലാകുന്നു. ഇതാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലൂടെ ചെയ്തത്. ഇതൊരു ക്ലാസിക് മൂവാണല്ലേ? ഇവരുടെ ഭാഗ്യത്തിന് എന്ന് വേണം പറയാൻ. ഒരാൾ മരിക്കുന്നത് ഒരിക്കലും ഭാഗ്യമല്ല. ബട്ട് ലോറൻസ് ചേട്ടൻ മരിച്ചു, അതുകൊണ്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനം അവസാനിപ്പിച്ചു. പക്ഷേ അപ്പോഴും ഒരു കാര്യം പുള്ളി പറഞ്ഞു, ബാക്കി പിന്നെ പറയാം. 2 തവണ പറഞ്ഞു ബാക്കി പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ടാണ് മൈക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇനി 2ാം ഭാഗം വരാനിരിക്കുന്നു. പിക്ചർ ബാക്കി ഹേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.